25 കോടി അടിച്ചതിന്റെ സന്തോഷത്തിലാണ് ശരത് എസ് നായരും കുടുംബവും. പ്രതീക്ഷിക്കാതെ കിട്ടിയ സൗഭാഗ്യത്തിന്റെ അമ്പരപ്പും ശരത്തും കുടുംബവും മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചു. ഈ വർഷത്തെ ഓണം ബമ്പർ വിജയിച്ചിട്ടുള്ളത് ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായിട്ടുള്ള ശരത് എസ് നായരാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഇത് മാറ്റിവെച്ചുകൊണ്ട് മാത്രം, ഡേറ്റ് മാറ്റിവെച്ചുകൊണ്ട് ഞാൻ മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒന്ന് പരീക്ഷിക്കാം എന്നുള്ളൊരു ഇതിൽ കോൺസെപ്റ്റിൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അടിക്കും എന്നുള്ള ഒരു കൺഫേം ഒരു ഇതിലല്ല നമ്മൾ മേടിച്ചത്. സ്ത്രീക്കാണ് അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ താങ്കൾ ഇവിടെ സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു അത് നമുക്ക് ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബാങ്ക് അക്സെപ്റ്റ് ചെയ്ത് അവരെല്ലാം ഓക്കെ പറയുന്നവരെ നമുക്കും ഒരു വിശ്വാസത്തിന് ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ആ കറക്റ്റ് റെക്കോർഡിക്കലാകുമ്പോഴാണ് അതിന്റെ ഒരു വിശ്വാസ്യത ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞില്ല. എപ്പോഴത് പരിശോധിക്കുന്നത്? നമ്പർ വെരിഫൈ ചെയ്യുന്ന എപ്പോഴായിരുന്നു? അപ്പൊ തന്നെ വെരിഫൈ ചെയ്തു. നമ്പർ കറക്റ്റാന്ന് മനസ്സിലാക്കി. പക്ഷെ ഇതിന്റെ ഈ സീരിയൽ നമ്പർ, ബാർകോഡ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇതിന്റെ പിന്നിൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം കാര്യങ്ങളും ശരിയായി വന്നല്ലോ. ഈ റിസൾട്ട് വന്ന വിവരേ ആദ്യം പറഞ്ഞത് ആരോടായിരുന്നു? ആദ്യം പറഞ്ഞ വൈഫിനോടാ പറഞ്ഞു. പിന്നെ എന്റെ ബ്രദറിനോടും പറഞ്ഞു. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ വൈഫ് അയച്ചു തന്നു ടിക്കറ്റിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ. നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേനും വൈഫിന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഓണം നമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കാണോന്ന് അറിയില്ല, ടിക്കറ്റ് നമ്പർ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് അയച്ചു തന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ നമ്പർ ഓക്കെയാണ്. ബാങ്കിൽ കൊടുക്കുന്ന സമയമാകുമ്പോൾ കൊടുക്കാം എന്നുള്ളൊരു വെയിറ്റ് ചെയ്തു. ലോട്ടറി ടിക്കറ്റ് അയച്ചു തരാൻ പറയുമ്പോൾ ചേച്ചിയുടെ എന്തായിരുന്നു തോന്നിയത്? എന്തെങ്കിലും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു? പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്ത് എടുക്കാത്ത ആള് കൂടി ആയതുകൊണ്ട് അതിനകത്ത് അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ശനിയാഴ്ച റിസൾട്ട് വന്ന് ഈ 2 ദിവസം ഇപ്പൊ ഞായറാഴ്ച ചേച്ചി കണ്ടിട്ടുണ്ടാവുക. എങ്ങനെയായിരുന്നു ആളുടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സഹോദരനോടാണ് ആദ്യം പറഞ്ഞതെന്നാണ് പറയുന്നത്. അതെ, വളരെ സന്തോഷം. എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ കൺഫേം ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെയാണ് എന്നറിഞ്ഞു. നമ്പറെല്ലാം ഞങ്ങൾ 3-4 പ്രാവശ്യം നോക്കി. ഓക്കെയാണ്. പിന്നെ ഒരു ദിവസം നമുക്ക് അവധിയായിരുന്നല്ലോ. ശനിയാഴ്ച വൈകുന്നേരമല്ലേ അറിഞ്ഞു. ഞായറാഴ്ച നമുക്ക് അവധിയാണ്. തിങ്കളാഴ്ച ഞങ്ങൾ പ്രസന്റ് ചെയ്യും. താങ്കളുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഈ ലോട്ടറി എടുത്ത കടയോട് ചേർന്ന് തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ കടകളിൽ നല്ല തിരക്ക്. ഞങ്ങളുടെ ഒരു ഓഫീസുണ്ട്, ബീറ്റ ട്രേഡേഴ്സ്, സമ്മനത്താണ് ബീറ്റ ട്രേഡേഴ്സ്. അപ്പൊ അവരുടെ CNF ഏജന്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഇൻചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ബീറ്റ ട്രേഡേഴ്സിന്റെ സ്റ്റാഫാണ്. വർക്ക് ചെയ്യുന്നത് നെട്ടൂരുള്ള നിപ്പോൺ പെൻസിലാണ്. അവിടുത്തെ CNF ഇൻചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ആളുകൾ തേടി വരുന്ന വെച്ചാൽ ഇതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ എല്ലാം അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പണമൊക്കെ എടുത്ത് ചെലവാക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ തന്നെ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹായം കാര്യങ്ങൾ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാം വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം, ടാക്സ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തതിന് ശേഷം, ഫാമിലി കുറച്ച് പ്ലാൻ ഉണ്ട്, ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്, അതെല്ലാം ചെയ്തതിന് ശേഷം, ആലോചിച്ചതിന് ശേഷം എല്ലാം ചെയ്യാം. ഉണ്ട്. നമുക്ക് വീട് വെച്ചതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. തീർച്ചയായിട്ടും അതിന്റെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ അവർക്ക്. പണം അത് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള കാര്യത്തിലെല്ലാം വളരെ സാവധാനം ആലോചിച്ച ശേഷം മാത്രം അതിന് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ ശരത്ത് വ്യക്തമാക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് നിഖിൽ ജോസഫിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്.